ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി. അപ്പോൾ അച്ഛൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ അങ്ങ് പോയി ഗൈസ്. അവന്മാർ ഭയങ്കര ഇൻട്രസ്റ്റിൽ പോവുക, ഭയങ്കര സ്പീഡിൽ പോവുക. അച്ഛൻ എന്തായാലും ഒരു മുരുക ഭക്തനാണ്. അപ്പോൾ അച്ഛൻ ആദ്യം മുരുകനെ കണ്ടിട്ട് മാത്രമേ ശിവൻകോവിലിൽ കയറുള്ളൂ. അപ്പോൾ നേരെ മുരുകനെ കാണാൻ പോവുകയാണ്. കൂടെത്തി അവന്മാരും കൂടെ പോകുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഇത് ദുർഗാദേവി ക്ഷേത്രമാണെങ്കിൽ ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ മുരുകനെ കാണാൻ വേണ്ടിയാണ് അച്ഛൻ ധൃതിക്ക് പോകുന്നത്. ഒരു ദിവസം പോലും കാണാതിരിക്കത്തില്ല ഗൈസ്, കാണാതിരിക്കാൻ അച്ഛന് പറ്റില്ല. അവിടെ മുരുകനെ പ്രാർത്ഥിച്ച് അകത്തത് വീഡിയോ ഒന്നും നമ്മൾ എടുക്കാൻ പറ്റത്തില്ലേ, അതുകൊണ്ട് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ താങ്കൾ ശിവൻകോവിലേക്ക് പോയി അവർ ഓടി നടക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. അകമൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വെളിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കൃഷ്ണനാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇരിക്കുന്ന കൃഷ്ണനെ തൊഴാൻ ചെന്ന് കൃഷ്ണൻ്റെ കണ്ണ് കണ്ട് ബ്ലാക്ക് കളറിലാണ്. എന്താ ഇതിങ്ങനെ ഇരിക്കുന്നതെന്ന് അവൻ പേടിച്ച് നോക്കുവാണ് ഗെയ്സ്. അപ്പം അവിടെ രണ്ടുപേരെ ഫ്രണ്ടിൽ നിർത്തിയപ്പോഴാണ് അവർ കണ്ടത്. അവർ പേടിച്ച് പോയി അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ട് മരം ദൈവമാണ്. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞ് ഒരു മരത്തെ നോക്കി, എനിക്കും അറിയില്ല അതെന്നാന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇവൻ ചോദിക്കുക അതെന്താ മരം ദൈവമാണോ എന്ന് ചോദിച്ച്. അത് കഴിഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച് അടുത്ത സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ സംശയങ്ങളും ചോദിച്ച് അവന്മാരിക്കുകയാണ്. എന്നാലും നല്ല അടിപൊളി ഒരു വൈബായിരുന്നു. അത് കഴിഞ്ഞ് അവന്മാരാണ് ഓടി കളിക്കുമായിരുന്നു ഗൈസ്, ഓടി. അച്ഛൻ വീട്ടിൽ കാണുന്നില്ല, അമ്പലത്തിൽ ഭയങ്കര ധൃതിയാണ് ഗൈസ്. അതുപോലെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന രീതിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയും രണ്ടായിരുന്നു ഗൈസ്. ഇതാണ് അവൻ ചോദിച്ചത് മരം ദൈവമാണോന്നേ. അപ്പോൾ ഇവിടെയും പ്രാർത്ഥിച്ചു ഞങ്ങൾ അടിപൊളിയായിട്ട്. അവിടെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അമ്പലക്കുളമുണ്ട്, നേരെ അമ്പലക്കുളം കാണാനുള്ള ധൃതിയാണ് ഗൈസ് ഞങ്ങൾക്ക്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കറങ്ങിയില്ല. അപ്പോൾ ഇത് ശ്രീകണ്ഠേശ്വരമാണേ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്ത് ഇതിന് നടുക്കൊരു ആലുണ്ട് ഗൈസ്, വളരെ വലിയ ആലാണോ അറിയില്ല, ഉണ്ട്. നാഗദൈവങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഗണപതിയുണ്ട്, കൃഷ്ണനുണ്ട്, അങ്ങനെ. പിന്നെ അകത്ത് ധർമ്മശാസ്താവുണ്ട്. പിന്നെ ഇതെല്ലാം പ്രാർത്ഥിച്ച് ഇവിടെ എല്ലാം വെള്ളമാണ് ഗൈസ്. എല്ലാ വെള്ളത്തിലും ചാടി ഒരിടത്ത് വീഴുകയും കൂടെ ചെയ്ത്. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്പീഡിൽ പോവാണ്. ഇവിടെ കൂടെ കഴിഞ്ഞ് വേണം ഞങ്ങൾക്ക് മീനെ കാണാൻ. അവിടെ കുളമുണ്ട്, കുളത്തിൽ മീനുണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അത്യാവശ്യം ഞങ്ങൾ പയ്യാണ് പോയത് ഗൈസ്. വല്ലപ്പോഴുമാണ് ഞങ്ങൾ അമ്പലത്തിൽ വരുന്നത്. അപ്പം എൻജോയ് ചെയ്ത് കണ്ടോ, മോളും കിടന്ന് ഭയങ്കര എൻജോയ് ആണ്. വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. കുഴപ്പമില്ല. അത് അവിടെ മഴവെള്ളം അല്ല കേട്ടോ, അവിടെയെല്ലാം വൃത്തിയാക്കിയ വെള്ളമാണ്. എന്തോ ഇത് ശ്രീകണ്ഠേശ്വരത്ത് എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ഫ്രണ്ടിൽ പ്രാർത്ഥിച്ചു കണ്ടോ, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ നേരെ കറങ്ങി ഇനി വെളിയിൽ പോകണം ഗൈസ്. അപ്പം ചന്ദനം തൊട്ടില്ല, അവിടെ ചന്ദനമുണ്ട്. അപ്പോൾ അത് തൊടാൻ വേണ്ടി പോകും. അവിടെ പോയി ചന്ദനം തൊടുവാണോ കളിക്കുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ആണോ? അപ്പോൾ അവർ കളിക്കുകയാണ്. മീനിൻ്റെ അടുത്ത് എത്തി ഗെയ്സ്. ഇത് കാണാനാണ് ഇവന്മാർ മെയിനായിട്ട് വന്നത്. ഒരുപാട് മീനുണ്ട് ഗെയ്സ്, മീൻ കൊള്ളാൻ. പണ്ടൊക്കെ ഇവിടെ നമുക്ക് പൊരിയിടായിരുന്നു. ഇപ്പം പറ്റത്തില്ല. അപ്പം കണ്ടു, ഒരുപാട് വളർത്തു മീനാണെന്ന് തോന്നുന്നു. ഒരുപാടെണ്ണം ഉണ്ട് ഗെയ്സ്. നല്ല വലിപ്പമാണ്. നമ്മളിങ്ങനെ കാണുന്ന പോലെ നല്ല വലിപ്പമാണ്. അപ്പം ആ കൂട്ടത്തിൽ കുറേ പായൽ നിന്ന് സക്കറൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഇത്രേ കാണാൻ പറ്റും, കാരണം വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതും കണ്ടിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിൽ കയറി പോരാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ഈ ക്ഷേത്രത്തിന് എല്ലാവരും വന്ന് അമ്മയപ്പ എന്ന് പ്രാർത്ഥിക്കുന്നേക്കാം. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പേര് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ അമ്മയപ്പ ശരണം എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അമ്മയും അച്ഛനും കൂടെ, ശിവനും പാർവതിയും കൂടെ ഒന്നിച്ചുള്ളത് കൊണ്ടാണ് അമ്മയപ്പ എന്ന് പറയുന്നത്. തിരിച്ച് ഞങ്ങൾ ഓട്ടോയിൽ വീട്ടിൽ വന്നു. വീടെത്താറായി. ഞങ്ങളെല്ലാം നടന്നില്ല ഗൈസ്. ശിവന്മാരെ കൊണ്ട് നടന്നാൽ ഞങ്ങൾ നാളെ രാവിലെ എത്തുള്ളൂ. ഒത്തിരി ദൂരമില്ല എങ്കിലും ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ തൂങ്ങി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തി. ഇനി ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കാം. അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, ഇനി ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.